നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം ഉള്ളത്. അതേപോലെ തന്നെ സാമ്പത്തികം ഉണ്ടാവാനുള്ള ഏതെങ്കിലും മാർഗത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോഴുള്ളത്. എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പലർക്കും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം മൂലം പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു യാത്ര അത് കുറച്ചുകൂടി വേഗത്തിലാവാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സംരക്ഷണവും സപ്പോർട്ടും ശ്രദ്ധയും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആളായിരിക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി അങ്ങനെ പോരാ. നിങ്ങൾ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളായാൽ മാത്രം പോരാ. നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ കെയർ ചെയ്യേണ്ട, നിങ്ങളെ ബഹുമാനിക്കേണ്ട ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുക തന്നെ ചെയ്യും. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ഷമയോടെ മാത്രം നിന്നാൽ മതി. നിങ്ങളിൽ കഴിവും ഊർജവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളിലെ ആന്തരിക ശക്തിയുമെല്ലാം തനിയെ ഉയർന്നു വരും എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമോ ജോലിയോ അവസരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. അപ്പോൾ അതുമൂലം നിങ്ങളിലിപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള നഷ്ടബോധം, സങ്കടം ഇവയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ ശക്തമായിട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുമ്പോഴും അവിടെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കാം. എന്തായാലും ഇവിടെ ബുദ്ധിപൂർവം ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ശക്തി, ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ദൈവാനുഗ്രഹം, സമൃദ്ധി ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെ. കൂടാതെ
ദാനധർമ്മങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ എത്തിച്ചേരുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒക്കെയുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് തുറന്ന് പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളുടെ ആ ഒരു ഉദ്ദേശത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നും മാറി നിങ്ങളിലേക്കൊരു സാമ്പത്തിക പുരോഗതി കൈവരുന്നുണ്ട്. സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു വഴി പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളിൽ പലരും ഈ ഒരു സമയം സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം എത്തിച്ചു നൽകുന്നുണ്ട്. അതായത് നിലവിൽ നിങ്ങൾ നേരിടുന്ന വിഷമത്തെ, മോശം സാഹചര്യത്തെയൊക്കെ എങ്ങനെയും മറികടക്കാനായിട്ട് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ മറികടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, കുടുംബജീവിതം, റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു പരിവർത്തനത്തിലൂടെ, മാറ്റങ്ങളുടെ സമയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.